തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. സ്വർണ്ണവില കേട്ട് ഞെട്ടിയോ? എന്നാൽ എല്ലാവർക്കും സ്വർണ്ണം വാങ്ങാം. തൂബ ജ്വല്ലറി അവതരിപ്പിക്കുന്നു ലൈറ്റ് വെയ്റ്റ് കളക്ഷനുകൾ, അതിമനോഹരമായ ഡിസൈനുകൾ, 1 ഗ്രാം മുതൽ നെക്ലസുകൾ, ബ്രേസ്ലെറ്റുകൾ, റിങ്ങുകൾ, മിതമായ പണിക്കൂലിയും ആയുഷ്കാല മെയിന്റനൻസ് സപ്പോർട്ടും. ഇനി എന്തിനു സ്വർണ്ണം വാങ്ങാൻ കാത്തിരിക്കണം? ചെമ്മാട് തൂബ ജ്വല്ലറിയുടെ ഷോറൂം ഉടൻ സന്ദർശിക്കൂ. വാർത്തകൾ വിശദമായി. ചെമ്മാട് ദാറുൽ ഹുദ ഇസ്ലാമിക് സർവകലാശാല സിബാക് ദേശീയ കലോത്സവത്തിന്റെ പ്രാഥമിക മത്സരങ്ങൾക്ക് തുടക്കമായി. 6 സോണുകളിൽ നിന്നായി ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുടെ 40 സഹസ്ഥാപനങ്ങളിൽ നിന്നുള്ള 4000-ലധികം മത്സരാർത്ഥികൾ കലോത്സവത്തിൽ മാറ്റുരയ്ക്കും. ഇസ്ലാമിക കലകൾ, ബഹുഭാഷാ കഴിവുകൾ, ടെക്നോളജി, ആർട്ട്, സാഹിത്യം, ലോജിക്കൽ റീസണിംഗ് തുടങ്ങി വിവിധ മേഖലകളിലായി നടക്കുന്ന സിബാക് ദേശീയ കലോത്സവത്തിൽ കേരളത്തിന് പുറമെ പശ്ചിമ ബംഗാൾ, ആന്ധ്രാപ്രദേശ്, കർണാടക, അസം, മഹാരാഷ്ട്ര, മുംബൈ തുടങ്ങി 25 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളും പങ്കെടുക്കും. പ്രാഥമിക മത്സരങ്ങളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെടുന്ന വിദ്യാർത്ഥികൾ ഡിസംബർ 31 മുതൽ 2025 ജനുവരി 6 വരെ ദാറുൽ ഹുദ ക്യാമ്പസിൽ നടക്കുന്ന ഗ്രാൻഡ് ഫിനാലയിൽ മത്സരിക്കും. चारों गलियों की गरीबों दिखाए मेरा मौला के दरबार जाके चारों गलियों की गरीबों दिखाए मेरा मौला के दरबार जाके चारों गलियों की गरीबों दिखाए तन मन को मेरा रूही तन मन को मेरा रूही तन मन को मेरा रूही रंग दिया प्यारे सारे शाहों ने बेके पाई शाहों ने बेके पाई शाहों ने बेके पाई है दिया रोल से तेरे बोला मेरे ഖോജാ जी बोला मेरे ഖോജാ. പൊന്നാനി സോണിൽ വെച്ച് നടന്ന സിബാക് ദേശീയ കലോത്സവത്തിന്റെ പ്രാഥമിക മത്സരങ്ങളുടെ ഉദ്ഘാടന സെഷനിൽ എഴുത്തുകാരൻ പി സുരേന്ദ്രൻ മുഖ്യാതിഥിയായി. ദാറുൽ ഹുദ പോലുള്ള യൂണിവേഴ്സിറ്റികൾ പഠിച്ചതിന് ശേഷം മുഹമ്മദ് കുരിയെ പോലെയൊക്കെയുള്ള വലിയ വലിയ ആകാശങ്ങൾ സ്വപ്നം കാണാൻ നിങ്ങൾക്ക് കഴിയണം, സാധിക്കും. ഞാൻ പലപ്പോഴും ദാറുൽ ഹുദയിലൊക്കെ പോകുമ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. എങ്ങനെയാണ് മതത്തെയും ദർശനത്തെയും ആധുനികതയുമായി സമന്വയിപ്പിച്ചുകൊണ്ട് അവർ അവതരിപ്പിക്കുന്ന ഒരു രീതിയുണ്ടല്ലോ. അതാണ് മതഭൗതിക വിദ്യാഭ്യാസത്തിൻ്റെ സമന്വയം എന്ന് പറയുന്നത്. ഒരേ സമയം ഒരിക്കൽ ഞാൻ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഈ തലകൂട്ടുകാരെയൊക്കെ കാണുമ്പോൾ അവർക്ക് മതത്തിനപ്പുറത്തൊന്നും അറിയില്ല എന്നുള്ള ധാരണ പൊതുവെ ഉണ്ട് അല്ലേ? ഇസ്ലാമോഫോബിയയിലൂടെ വളർത്തിയിട്ടുള്ള ഒരു ധാരണയുണ്ട്. അപ്പോൾ ഒരിക്കൽ ഞാൻ നമ്മുടെ പെരിന്തമണ്ണ ഇല്ലേ ഇതുപോലെ ഒരു വലിയൊരു സ്ഥാപനം ഉണ്ടല്ലോ അല്ലേ, പെരിന്തമണ്ണ കഴിഞ്ഞിട്ട് പട്ടിക്കാട് ജാമിയ, പട്ടിക്കാട് ജാമിയയിൽ ഇതേപോലെ തന്നെ ഒരു പ്രോഗ്രാമിന് അവർ ക്ഷണിച്ചു. ക്ഷണിച്ചപ്പോൾ ഒരേ വേഷധാരികളായ കുട്ടികളാണ്, ഒറ്റ വേഷധാരികളായ കുട്ടികൾ, എല്ലാ ശുഭ്രവസ്ത്രധാരികളും ഒക്കെ ആയിട്ട് ഒരേ വേഷം അണിഞ്ഞു നിൽക്കുന്ന കുട്ടികൾ. അപ്പോൾ ഞാൻ അവരോട് സംസാരിച്ചപ്പോൾ അത് ഫോട്ടോഗ്രാഫർക്ക് ഒരു കൗതുകം തോന്നിയിട്ട് എൻ്റെ പിറകുന്ന ഒരു ഫോട്ടോ എടുത്തു. ഞാൻ ഈ കുട്ടികളോട് സംസാരിക്കുന്ന ഫോട്ടോ, അത് ഗംഭീര ഫോട്ടോ. എനിക്ക് ആ ഫോട്ടോ എനിക്ക് വല്ലാതെ ഇഷ്ടമായി. അപ്പം ഞാൻ എൻ്റെ ഫേസ്ബുക്കിൽ അതൊക്കെ ഇട്ടപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരി, എൻ്റെ വായനക്കാരിയായിട്ടുള്ള ഒരു അധ്യാപിക, അവർ എന്നോട് വിളിച്ച് ചോദിച്ചു, എന്താ ഈ മാഷ് അവരോട് സംസാരിക്കാൻ പോകുന്നത്? ഇവർക്ക് ഈ മതത്തിനെ കുറിച്ച് അല്ലാത്തവർക്ക് വല്ല കാര്യത്തെക്കുറിച്ച് വല്ല അറിവുണ്ട്, എന്താ നിങ്ങൾ അവരോട് സംസാരിക്കാൻ ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ പൊന്നു ടീച്ചറെ, നിങ്ങൾക്കിതിനെപ്പറ്റി ഒരു പിടുത്തമില്ല. ദാറുൽ ഹുദയിലെ കുട്ടികളോട് നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിച്ചാൽ എത്തില്ല ടീച്ചറെ, എത്തില്ല. മലയാളം സംസാരിച്ചാലും എത്തില്ല, ഉറുദു സംസാരിച്ചാലും എത്തില്ല. ഉറുദു, അറബിക്ക്, മലയാളം, ഇംഗ്ലീഷ് അല്ലേ, ഇത്രയും ഭാഷയിൽ. പിന്നെ
മതത്തോടൊപ്പം ഏതെങ്കിലും ഭൗതികമായിട്ടുള്ള ഒരു ഡിഗ്രി കൂടി അവർ എടുത്തിട്ടുണ്ടാവും. എക്കണോമിക്സിലുണ്ടാവാം, ഏതെങ്കിലുമൊക്കെ ഒരു ഡിഗ്രി കൂടി അവർ എടുത്തിട്ടുണ്ടാവും. അതാണിത്. ന്യൂസ് ഡെസ്ക് തിരൂരങ്ങാടി ടുഡേ.